യെസ്, ഗുഡ് മോർണിംഗ് മൈ ഫ്രണ്ട്സ്. നമ്മൾ കോസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ വളരെ ക്വിക്കായിട്ടുള്ള ഒരു റിവിഷൻ പ്ലാൻ ചെയ്യുക. ഓക്കെ, രണ്ട് കൂട്ടർക്കായിരിക്കും ഇത് ഉപകാരപ്പെടുന്നത്. ഒന്ന്, ഓൾറെഡി നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു വെച്ചിട്ടുള്ള ആൾക്കാർക്ക്. രണ്ടാമത്തത്, എന്തായാലും പോയി എക്സാം എഴുതാതിരുന്നാൽ ശരിയാവില്ല എന്ന് വിചാരിക്കുന്ന രണ്ടുപേർക്ക്. ഓക്കെ, സോ ഞാൻ ചാപ്റ്റർ വൈസ് ആണ് റിവിഷൻ പ്ലാൻ ചെയ്യണേ. ഓരോ ചാപ്റ്ററിനകത്തും ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിനകത്ത് കാണാതെ പഠിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും സർട്ടൻ കീ വേർഡ്സ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർത്ത് വെക്കാൻ വേണ്ടി വരുന്ന സർട്ടൻ കീ വേർഡ്സ് പറയാം. ആൻഡ് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, സോ നമുക്ക് അധികം സമയമില്ല, നമുക്ക് വേഗം വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനകത്ത് ഞാൻ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 4 വർഷങ്ങളാണ്. 1913 കമ്പനീസ് ആക്ട് വന്നത്. ആ കമ്പനീസ് ആക്ട് പ്രകാരമാണ് 1944 നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആദ്യമായിട്ട് പറഞ്ഞത്. വരുമ്പോൾ രജിസ്റ്റർ ചെയ്തത് ലിമിറ്റഡ് കമ്പനിയായിട്ടാണ്. അത് കഴിഞ്ഞിട്ട് 1959 നിങ്ങൾക്കറിയാം 56 ഏത് വന്നു, കമ്പനീസ് ആക്ട് അമെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് 1959 നമ്മൾ ഒരു ആക്റ്റായിട്ട് നിലവിൽ വരുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് 2012 നമ്മുടെ പേര് മാറ്റി ഏതായി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ എന്നായി. സോ ഈ 4 വർഷങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ ഒബ്ജക്റ്റീവ് നമുക്ക് ചോദിക്കുവാണെങ്കിൽ എഴുതാൻ പറ്റും. 1913 കമ്പനീസ് ആക്ട് വന്നു, ചോദിക്കാൻ സാധ്യതയില്ല. 1944 ലിമിറ്റഡ് കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യണേ. 1959 നമ്മൾ ആക്റ്റായിട്ട് വന്നു. 2012 നമ്മുടെ പേര് മാറ്റി. ആൻഡ് ഇതേപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് കോസ്റ്റ് ഓഡിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 1956 ഒബ്വിയസ്ലി കമ്പനീസ് ആക്ട് വന്നു. ആ കമ്പനീസ് ആക്ട് വന്നത് 1956 1965 ഏത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കോസ്റ്റ് ഓഡിറ്റും മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് രണ്ടും സെക്ഷനും കൂടെ ഒന്ന് ഓർത്ത് വെച്ചോ. 233B പ്രകാരമാണ് കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് 2091D പ്രകാരമാണ് മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന സാധനം പറഞ്ഞത്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് 1965 തൊട്ട് 2008 വരെ 44 ഇൻഡസ്ട്രീസ് ആയിരുന്നു, സ്പെസിഫിക് ബേസിലാണ്. ഓക്കെ, ആൻഡ് 2008 ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു. 2009 ആ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. 2011 ഏത് മാൻഡേറ്ററി ആക്കി, കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കി. ആർക്കൊക്കെയാണ്? കമ്പനീസ് ഫോർ മാനുഫാക്ചറിങ്, മൈനിങ് ആൻഡ് പ്രോസസിങ് ഓപ്പറേഷൻസ്. ക്ലിയർ? ആഫ്റ്റർ ദാറ്റ് 2014 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള റൂൾ വന്നത്. ക്ലിയർ ആയോ? സോ ആ വർഷങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് MCQ ക്ലിയർ ചെയ്യാം. 56 കമ്പനീസ് ആക്ട് വന്നു. 65 കമ്പനീസ് ആക്ടിനകത്ത് കോസ്റ്റ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യണേ. അവിടെ 233B പ്രകാരം കോസ്റ്റ് ഓഡിറ്റും 2091D പ്രകാരം മെയിൻ്റനൻസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സും. 1965 തൊട്ട് 2008 വരെ 44 ഇൻഡസ്ട്രീസ് ആയിരുന്നു. 2008 എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കുന്നു. 2009 ആ എക്സ്പേർട്ട് കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2011 തൊട്ട് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആക്കുന്നു. ക്ലിയർ? ആഫ്റ്റർ ദാറ്റ് 2014 നമുക്ക് ഏത് കയറി വന്നു, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് റൂൾസ് എന്ന് പറയുന്നത് കയറി. മനസ്സിലായി? ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ് ചോദിക്കാൻ സാധ്യതയുള്ള അതേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ സർട്ടൻ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആദ്യത്തെ സിമൻറ്റ്, ഏറ്റവും തുടക്കത്തിൽ കോസ്റ്റ് ഓഡിറ്റ് നിർബന്ധമാക്കിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിമൻ്റ് ആണ്. രണ്ടാമത്തത് ഈ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ്റെ ദാറ്റ് മീൻസ് നേരത്തെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് കോസ്റ്റിങ്ങിൻ്റെ പ്രാധാന്യമൊക്കെ കൊണ്ടുവരുന്ന അതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ കൊണ്ടുവന്നത്. ആ കമ്മീഷൻ എന്ന് പറയുന്നത് വിവിയൻ ബോസ് കമ്മീഷനാണ് ഫസ്റ്റ്. ആൻഡ് അതിനുശേഷം ദത്ത കമ്മീഷൻ വന്നു, പിന്നെ ദത്ത ശാസ്ത്രി കമ്മിറ്റി, അങ്ങനെ 2 കമ്മിറ്റിയും കൂടെ വന്നു. ആ പേരൊന്ന് ഓർത്ത് വെച്ചാൽ നന്നായിരിക്കും. ആൻഡ് ഇന്ത്യ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് കോസ്റ്റ് അക്കൗണ്ട്സ് ക്യാൻ ബി ട്രേസ് ബാക്ക് ടു ദ പ്രീ ഇൻഡിപെൻഡൻസ് എറ when a large number of firms were given contract by the government of India on a cost price basis. അതായത് കോസ്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ഒരു കേസേ പറയണേ. ഒരു പ്രീ ഇൻഡിപെൻഡൻസ് എറ തൊട്ടുന്നുണ്ട്. ദാറ്റ് മീൻസ് അപ്പോൾ കോൺട്രാക്ടേഴ്സ് എല്ലാം ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ടോട്ടൽ കോസ്റ്റിന്റെ കൂടെ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, അത് എത്രയാണെന്നൊന്നും പറയുന്നില്ല. കാരണം നമ്മുടെ മെറ്റീരിയലിനകത്ത് ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നുണ്ട്, 15% ട്രൂ ആർ ഫോൾസ് എന്നൊക്കെ ചോദിച്ചിട്ട്. സോ അങ്ങനെയൊന്നുമില്ല, ഒരു ടോട്ടൽ കോസ്റ്റിന്റെ സർട്ടൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് എന്നുള്ള രീതിയിലാണ് അവർ കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ക്ലിയർ? സോ അതും ഒന്ന് മനസ്സിൽ വെച്ചേക്ക്. ആൻഡ് ലാസ്റ്റ് ഇൻ ദ മിഡ് 50 ദ ഫേമസ് കേസ്, ആ കേസ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഡാൽമിയ ജെയിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കേസ്, ഒരു ഫ്രോഡ്, അതിൻ്റെ കൂടെ ബേസിനകത്താണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സോ ഇത്രയാണ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഈ കഴിഞ്ഞ 2-3 ടേം ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും, കഴിഞ്ഞ 2-3 ടേം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും MTP RTP ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ നമ്പർ 1 പ്രകാരം ഇനി പറയാൻ പോകുന്ന 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്നിനാണ് ചോദിച്ച് കാണാറുള്ളത്. ഇപ്രാവശ്യം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്നും പറയരുത്. കാരണം നമ്മുടെ MTPക്കിലാണെങ്കിലും ഈ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒന്നില്ലെങ്കിൽ സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് കോസ്റ്റ് ഓഡിറ്റ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. ഈ 4 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ആണെങ്കിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കണേ. എഴുതേണ്ടത് നിങ്ങളാണ്. ഞാൻ ഓർത്ത് വെക്കാനുള്ള കീ വേർഡ്സ് മാത്രമേ പറയണേ. ഒന്ന്, സ്കോപ്പ് ഓഫ് കോസ്റ്റ് ഓഡിറ്റ്. എന്തിനായിരിക്കും കോസ്റ്റ് ഓഡിറ്റ് ചെയ്യണേ? ആലോചിച്ചോക്കെ. ഒന്ന്, കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ.
അങ്ങനെ കോസ്റ്റ് കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് ഫിക്സ് ചെയ്യാൻ പറ്റും? സെയിൽസ് പ്രൈസ് ഫിക്സ് ചെയ്ത് സർട്ടൻ മാർജിൻ എത്രയാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇത് രണ്ടും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആണെങ്കിൽ പ്രോപ്പർ ആയിട്ടാണെങ്കിൽ വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി വാല്യൂ കറക്റ്റ് ആക്കാൻ പറ്റും, ആൻഡ് മാക്സിമം എഫിഷ്യൻസിയോട് കൂടി നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. ക്ലിയർ? സോ കോസ്റ്റ് ഓഡിറ്റിംഗ് ചെയ്യുന്ന എന്തിനാ? ഒന്ന് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ആ കാൽക്കുലേറ്റ് ചെയ്ത കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ, ആൻഡ് അങ്ങനെ കൺട്രോൾ ചെയ്ത കോസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ സെയിൽ പ്രൈസും മാർജിനും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും, ആൻഡ് മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യാൻ പറ്റും, മാക്സിമം വേസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി വാല്യൂഷൻ ചെയ്യാൻ പറ്റും, ആൻഡ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ഇംപ്രൂവ്മെൻറ്റ്, അത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? സ്കോപ്പാ. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജോ ബെനിഫിറ്റോ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ കയറി വരേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള വേർഡ് എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. കോസ്റ്റ് ഓഡിറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള അഡ്വാൻറ്റേജും ബെനിഫിറ്റ്സും. ഓക്കെ, സോ നിങ്ങൾ ചിന്തിച്ചാൽ മതി, പ്രോപ്പറായിട്ട് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനായിരിക്കും? ആ കോസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനായിരിക്കും. ആ കോസ്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് എന്തിനാണ്? പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് ഒരു കീ വേർഡ്, ഒരു ക്ലൂ വേർഡ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഒന്ന് കോസ്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. സെക്കൻഡ് വൺ, ആ കൊടുക്കുന്ന ഇൻഫർമേഷൻ നോക്കി, സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ഫോർ ഇറ്റ്സ് കമ്മ്യൂണിക്കേറ്റ്. ദാറ്റ് മീൻസ് ആ കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ സ്ട്രക്ചറിങ് ആയിരിക്കും, ആൻഡ് അതേപോലെ തന്നെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ആൻഡ് ആൾസോ ഇറ്റ് ഇൻഫോം ഹൗ പ്രോഫിറ്റ്സ് ആൻഡ് വാല്യൂ ആർ ക്രിയേറ്റഡ്. എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണേ? കാരണം എന്താ, പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്താൽ സെയിൽസും കോസ്റ്റും അറിയാമെങ്കിൽ നമുക്ക് പ്രോഫിറ്റിന്റെ കാര്യങ്ങളും ട്രീറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഹൗ എഫിഷ്യൻലി ആൻഡ് എഫക്റ്റീവ്ലി ഓപ്പറേഷൻ പ്രോസസ് ട്രാൻസ്ഫോം ഇൻ ടു ഔട്ട്പുട്ട്. ക്ലിയർ? അവിടെ നോക്കി, നമ്മുടെ ഇൻഫർമേഷൻ പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ ആണ് പാസ് ചെയ്യണേ. നെക്സ്റ്റ് വൺ, കോസ്റ്റിംഗ് ഇൻക്ലൂഡ്സ് എന്തൊക്കെയാ? പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ്, പ്രോസസിന്റെ ഡീറ്റെയിൽസ്, റിസോഴ്സ് റിലേറ്റഡ് ഇൻഫർമേഷൻ, ഇതെല്ലാമാണ് നമ്മളവിടെ സബ്മിറ്റ് ചെയ്യണേ. ആൻഡ് യൂസ് ടു അപ്രൈസ് ദ ആക്ച്വൽ പെർഫോമൻസ് ഇൻ ദ കണ്ടസ്റ്റ് ഓഫ് ഇംപ്ലിമെന്റഡ് സ്ട്രാറ്റജീസ്. ക്ലിയർ? അവിടെയും ഇൻഫർമേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേ. കാരണം എന്താ, അപ്രൈസ് ദ കോസ്റ്റ്, അപ്രൈസ് ദ ആക്ച്വൽ പെർഫോമൻസ്. ക്ലിയർ? അതായത് ഒരു ബേസ് ഒരു എന്തുണ്ടായിരുന്നു, ഇംപ്ലിമെന്റഡ് സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. ആ സ്ട്രാറ്റജീസിൽ നിന്ന് ആ ഇംപ്ലിമെന്റ് സ്ട്രാറ്റജി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ആ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്ന കോസ്റ്റും ഇപ്പം നമ്മളുള്ള കോസ്റ്റും നമ്മളുള്ള ഇൻഫർമേഷൻ, ദാറ്റ് മീൻസ് ഒരു കമ്പാരിറ്റീവ് ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ നിങ്ങളുടെ മനസ്സിൽ കയറി വരുന്നത് അഡ്വാൻറ്റേജോ ബെനിഫിറ്റോ ചോദിച്ചാൽ ഇൻഫർമേഷൻ, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഇൻഫർമേഷൻ കൊടുക്കുന്ന കാര്യങ്ങളാണ്. സപ്പോർട്ട് എ റേഞ്ച് ഓഫ് ബോത്ത് റെഗുലർ ആൻഡ് നോൺ റുട്ടീൻ ഡിസിഷൻ മേക്കിംഗിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റും. ആൻഡ് ഹെൽപ്സ് ടു എൻഷുർ ദാറ്റ് ദ ഔട്ട്പുട്ട് റിപ്പോർട്ട് ഫോർ ഡിഫറെന്റ് ഓഡിയൻസ് ആർ റീകൺസിലബിൾ വിത്ത് ഈച്ച് അതർ. ഓക്കെ, ആരൊക്കെയാണോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് റീകൺസിലിയേഷൻ കൊടുക്കാൻ പറ്റും. ഹെൽപ്സ് ടു പ്രൊവൈഡ് യൂസ്ഫുൾ ഇൻഫർമേഷൻ, കോസ്റ്റിംഗ് ഇൻഫർമേഷൻ ഫോർ മോർ എഫിഷ്യൻലി ആസ് വെൽ ആസ് റെഡ്യൂസിങ് സോഴ്സ് ഡാറ്റ മാനിപ്പുലേഷൻ. മനസ്സിലായി? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി, നിങ്ങൾക്ക് രണ്ട് ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ വന്നാൽ മതി. ആദ്യത്തെ ഇൻഫർമേഷൻസും, രണ്ട് അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. ക്ലിയർ? ആൻഡ് അടുത്തത് ഒബ്ജക്റ്റീവ്സാണ്. ഒബ്ജക്റ്റീവ്സിനെ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നിനെ ജനറൽ ഒബ്ജക്റ്റീവ് ആയിട്ടും രണ്ട് സോഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ടും. ജനറൽ ഒബ്ജക്റ്റീവും നമ്മൾ ആദ്യം പഠിച്ച സ്കോപ്പിന് ഏകദേശം കറക്റ്റാണ്. ഒന്ന്, കോസ്റ്റ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക. എന്ത് വെച്ചിട്ടാണ് വെരിഫൈ ചെയ്യേണ്ടത്? എന്തൊക്കെയാണോ നമ്മുടെ റൂൾസ്, റെക്കോർഡ്സ് ആൻഡ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് അതെന്താണോ അത് വെച്ചിട്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. ഇത് രണ്ടും കറക്റ്റ് ആണെങ്കിൽ, ദാറ്റ് മീൻസ് ഈ പറയുന്ന നിലവിലുള്ള പ്രൊസീജിയർ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് റെക്കോർഡ്സും റൂൾസും വെച്ചിട്ടാണ് നമ്മൾ ഇത് വെരിഫൈ ചെയ്യുന്നത്. വെരിഫൈ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എന്തൊക്കെയാണ് നമ്മുടെ എറേഴ്സ്, എന്തൊക്കെയാണ് നമ്മുടെ ഫ്ലോ എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് സെയിൽ പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റും, ഇൻവെന്ററി വാല്യൂ പറ്റും, മാനേജ്മെന്റ് അസിസ്റ്റ് ചെയ്യാൻ പറ്റും, ആൻഡ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ റിസോഴ്സസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ. ആൻഡ് ദ പീരിയോഡിക്കൽ റീകൺസിലിയേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾ വായിച്ചാൽ മതി. ഏതൊക്കെയാണ് നമ്മൾ ആദ്യം പഠിച്ച സ്കോപ്പും ഇപ്പോൾ പഠിക്കുന്ന ഒബ്ജക്റ്റീവും. പക്ഷേ രണ്ടാമത്തെ കേസ്, എന്തിനാണ് നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കോസ്റ്റ് ഓഡിറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ കമ്പനിയിൽ നമ്മൾ കോസ്റ്റ് ഓഡിറ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് ഒരു എക്സാക്ട് പ്രൈസ് കിട്ടുന്നത് കൊണ്ട് എന്തൊക്കെയായിരിക്കും സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്? ഒന്ന് ആലോചിച്ച് നോക്കി. വെരിഫൈ ദ പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റ്. കറക്റ്റ് കോസ്റ്റ് ആണെങ്കിൽ കറക്റ്റ് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കറക്റ്റ് കസ്റ്റമേഴ്സിന് കറക്റ്റ് പ്രൈസിനകത്ത് അവൈലബിൾ ആയിരിക്കും അല്ലേ? ആൻഡ് സെക്കൻഡ് വൺ, റിമൂവിംഗ് ദ ഡിസ്പാരിറ്റി ഇഫ് എനി ഇൻ ദ പ്രൈസിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പാരിറ്റീസ് ഉണ്ടെങ്കിൽ ആ പ്രോപ്പറായിട്ട് കോസ്റ്റ് ഓഡിറ്റിംഗ് ചെയ്തുകൊണ്ട് അത് റിമൂവ് ചെയ്യാൻ പറ്റും. എക്കണോമിക് ഇംബാലൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്ലോബൽ മാർക്കറ്റിനകത്ത് കോമ്പറ്റീറ്റൻസ് ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രോപ്പറായിട്ടുള്ള പ്രൈസ് ചാർജ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു നിങ്ങൾ ചുമ്മാ ചിന്തിച്ചാൽ മതി. ഒരു പ്രൊഡക്റ്റിന് പ്രൈസ് ചാർജ് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ ഉണ്ടാവുന്ന സോഷ്യലി ആയിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും അതിനെല്ലാം നമുക്ക് സോഷ്യൽ ഒബ്ജക്റ്റീവ് ആയിട്ട് ചെയ്യാം. ആൻഡ് ലാസ്റ്റ് വൺ, എൻഷുറിംഗ് ദ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. മനസ്സിലായി? സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇത്രയുമുള്ള ക്വസ്റ്റ്യൻസാണ്. ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആദ്യത്തെ 10 ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഒബ്ജക്റ്റീവ് ചോദിക്കും. അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തതിനകത്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ 7 മാർക്കിന് ചോദിക്കും. ഓക്കെ. മെറ്റീരിയൽ വായിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ അഗൈൻ റിപ്പീറ്റ് ചെയ്യുന്നു, മെറ്റീരിയൽ വായിക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ ആ കീവേഡ്സ് നിങ്ങൾ
ഫസ്റ്റ് എക്സാം ആണ്, സോറി, നിങ്ങൾ എക്സാം എഴുതുന്ന നേരത്തെ നിങ്ങളുടെ മനസ്സിൽ കയറി വരാനുള്ള കീവേഡ്സ് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. ബൈ.